നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാൻ യൂട്യൂബറും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ജെൻസിയാണുള്ളത്. നമസ്കാരം ജെൻസി. അങ്ങനെ യൂട്യൂബിൻ്റെ ഒരു തിരക്കായിരുന്നു. നമ്മളൊരു പ്രാവശ്യം കണ്ടപ്പോൾ യൂട്യൂബിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കുറേയധികം പറയാനുണ്ടായിരുന്നു, അതിൻ്റെ നേട്ടങ്ങൾ. പിന്നെ അന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്കൊരു മേക്കപ്പ് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നേടണമെന്ന്. അതിപ്പോൾ നേടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് 2026 എത്തുമ്പോൾ ആ ഒരു സന്തോഷം? ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം 2025 എല്ലാവരും പറയാറുണ്ട് ഒരു മോശം വർഷമായിരുന്നു. ഒരുപാട് പേരുടെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് 2025 ഭയങ്കര ഒരു ഗ്രോത്തിന്റെ വർഷമായിരുന്നു. കാര്യം മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്ത വർഷം 2025 അതിന് മുന്നത്തെ വർഷമാണ് പഠിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു. 2026 ജനുവരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതെ, കൂടുതൽ കല്യാണ വർക്കുകളാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് പ്രത്യേക ഒരു എല്ലാവർക്കും അങ്ങനെ സാധിക്കുന്ന കാര്യമല്ലല്ലോ. എങ്ങനെയായിരുന്നു ആ മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്കുള്ള ഒരു ജേണി? എനിക്ക് നേരത്തെ തന്നെ ഇതിലേക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവണമെന്നായിരുന്നു ഒരു +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം. പക്ഷെ അന്നൊരു ഒരു 10 വർഷം മുന്നെങ്കിലും ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സമയത്ത് കുറച്ച് സ്റ്റീരിയോടൈപ്സ് ഉണ്ടായിരുന്നു. നല്ല ഫെയർ ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളവർക്ക് മാത്രമേ പറ്റിയ ഒരു സാധനമാണ് ഈ ബ്യൂട്ടീഷ്യൻ. എല്ലാവരും അത് പറഞ്ഞു തന്നെ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും ശരി, ഓക്കെ, നമുക്ക് പറ്റിയ ഫീൽഡ് അല്ലാന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നൊരു കാര്യമാണ്. പിന്നെയാണ് യൂട്യൂബിലേക്കൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ ഒരുപാട് സമയം ഫ്രീ കിട്ടി. എന്ത് വേണേലും ചെയ്യാം, പഠിക്കാം. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ശരിക്കും ബ്യൂട്ടീഷ്യൻ പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ബ്യൂട്ടീഷ്യൻ മേക്കപ്പും രണ്ടും രണ്ടാണെന്ന് പിന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പൊ ആ സമയത്ത് ബ്യൂട്ടീഷ്യൻ കുറെ നാൾ ചെയ്തെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി ഞാൻ ഇതാണോ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറെ നാളെ എനിക്ക് പണ്ട് മുതൽ ആരെങ്കിലും എന്തെങ്കിലും ഒരുക്കി കൊടുത്തിട്ട് അവർ നല്ലതാന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ആനിവേഴ്സറിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ കസിൻ്റെ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഓണം എന്തെങ്കിലും ചെറിയ പരിപാടിക്കൊക്കെ ഞാൻ ജസ്റ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ പോകും. അപ്പൊ എനിക്ക് തോന്നി ഒരു ആഗ്രഹം ഉണ്ടല്ലോ പഠിച്ചു നോക്കാൻ. എനിക്ക് കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഓരോരുത്തരും ഒരുങ്ങി അവർ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ അത് പ്രത്യേകിച്ച് ബ്രൈഡലിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതലാ. ഒരു മോഡൽ ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് പോലെയല്ല. ബ്രൈഡ് എന്ന് പറയുമ്പോൾ അവരവരെ ആ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലുക്ക് ഉണ്ടാവും. അത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ച് അവസാനം നമ്മൾ ആ ഒരു ലുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലരുടെ ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കോഴ്സ് വരുമ്പോൾ തന്നെ അതൊരു സന്തോഷമാണ് അല്ലേ? അതെ അതെ അതെ. എനിക്ക് ഞാൻ കോഴ്സ് ചെയ്യുന്ന സമയം മുതലേ എനിക്ക് ഇതിലേക്ക് ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ബ്യൂട്ടീഷ്യൻ ചെയ്ത ടൈമില് എനിക്ക് അത്ര അങ്ങനെ ഇല്ലായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്ക് വന്നപ്പോഴാണ് കുറച്ചുകൂടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് പണ്ട് മുതൽ ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അവർക്ക് എന്താണ് വേണ്ടത് അത് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ അവരുടെ ജേർണിയുടെ ഒരു പാർട്ടാണ്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ സങ്കടങ്ങൾ കാണാൻ പറ്റും, കുറെ പേരുടെ സന്തോഷങ്ങൾ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊപ്പം ആ അവസാനം വരെ ഉണ്ടാവും. മിക്ക മിക്ക സമയത്ത് കല്യാണത്തിനൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റും അവരുടെ ടെൻഷൻസ് ഒക്കെ കഴിഞ്ഞ് അവരുടെ ഒരു ഹാപ്പി മൊമെന്റ് കണ്ടിട്ടാണ് നമ്മൾ അവിടെ ഇറങ്ങുന്നത്. തീർച്ചയായും ഈ കല്യാണം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു സ്പെഷ്യൽ ഡേ ആണ്. ആ മൊമെന്റ്സ് എന്നും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് അവിടെയുള്ള ഒരു പ്രാധാന്യം അതിപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അതെ അതെ അതെ. മേക്കപ്പ് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ട് ഇപ്പൊ 2 വർഷമൊക്കെ ആയുള്ളൂ. പക്ഷെ മുന്നേ തുടങ്ങി ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പണ്ടുള്ള മേക്കപ്പ്, ഇപ്പൊ ഉള്ള മേക്കപ്പ്. ഒരു 5 വർഷം മുന്നേ വരെ ഒരു പുട്ടിയടിച്ച രീതിയിലായിരിക്കും മിക്ക ബ്രൈഡ്സും. അല്ലെങ്കിൽ ചെറുപ്പം മുതൽ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാത്ത ദിവസമൊക്കെ അവരെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ആ ഒരു മേ കല്യാണ ദിവസം എല്ലാവരും പറയും മേക്കപ്പ് ചെയ്ത് കൊളാക്കി. അത് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ കണ്ട് ശീലിച്ചൊരു കാര്യമാണ്. എനിക്ക് ഇതിനെ കുറിച്ച് ABC പോലും അറിയാതെയാണ് ഇതിലേക്ക് വന്നതെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇതാ. പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് സ്കിൻ ടോൺ എന്താണെന്ന് ബ്രൈഡ്സിനും മനസ്സിലാവാൻ തുടങ്ങി. അവരും തെരഞ്ഞെടുക്കുന്ന അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അത്രയും ശ്രദ്ധിച്ച് തെരഞ്ഞെടുക്കാൻ തുടങ്ങി. കാര്യം അവരൊരു ഡേ റൂയിൻ ചെയ്യുന്ന രീതിയിലാണ്. എന്തോ ഇപ്പൊ ചോയ്സ് കൂടുതലുണ്ടല്ലോ, ആളുകൾക്ക് ഓരോ സജഷൻസ് പറയാം. മേക്കപ്പിലേക്ക് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നാൾ മുന്നേ ചെയ്തതുപോലെ
ഒരിക്കലും നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ബ്രൈഡ്സിനാണെങ്കിലും എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. നമ്മൾ പറയുന്നതിലും അവർക്ക് ഇതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇങ്ങോട്ട് ബ്രൈഡ്സ് പറയാറുണ്ട്. അത് കുറച്ചുകൂടി നല്ലതാണ്. ബ്രൈഡ്സിന് ആ ഐഡിയ ഉള്ളത്. അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിലെ തന്നെ അതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. കാരണം എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ പറ്റില്ല. പക്ഷെ കുറേയധികം സ്ട്രഗിളുകൾ അതിന് പിന്നിലുണ്ടാവും, കുറേയധികം പ്രയത്നങ്ങൾ വേണം. എന്നാൽ മാത്രമാണ് ഒരു നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരാൾക്കാരുടെ മാത്രം കുത്തകയാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഒരു യൂട്യൂബ് ചാനലിലൂടെ തുടങ്ങി അവിടെ തനിക്കും ഒരു സ്പേസ് ഉണ്ടെന്ന് തെളിയിച്ചത് അല്ലേ? എങ്ങനെയായിരുന്നു ഇത് കണ്ടിട്ട് മറ്റുള്ളവർ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്? ആരെങ്കിലും ഈ വലിയ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഇതുമായിട്ട് കണ്ടിട്ടൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ എനിക്ക് ഇതിലേക്ക് വന്നിട്ട് വലിയ ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ബ്രൈഡിന്റെ സൈഡിൽ നിന്നാണെങ്കിലും അല്ലാതെ ടോട്ടലി എനിക്ക് ഈ ഒരു ഫീൽഡ് ഭയങ്കര വാം വെൽക്കമിങ് ആണ്. പക്ഷെ മുന്നോട്ട് എങ്ങനെയൊന്നും അറിയില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചില ആൾക്കാരുടെ അടുത്തേക്ക് മാത്രം ആളുകൾ ചെല്ലുന്ന ഒരു ടൈമുണ്ട്. കാരണം ഓരോരുത്തരെ വേണ്ടി അവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ബ്രൈഡ്സ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് തന്നെയല്ലേ? അപ്പം അതിലേക്ക് എത്തുമ്പം അത് എങ്ങനെയാണ് സ്വന്തം ലൈഫിൽ അതിനെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്റെ ഫസ്റ്റ് ധൈര്യം സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു. ഞാൻ പഠിക്കാൻ പോയിരുന്നത് തന്നെ ഫസ്റ്റ് ഒരു സ്ഥലത്ത് പഠിച്ചു. അത് പഠിച്ചിറങ്ങിയിട്ടും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ ഒരു കോഴ്സിൽ. അതൊരു 4 ദിവസത്തെ ചെറിയൊരു കോഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇല്ല, ഞാൻ ഒരു അക്കാഡമിയിൽ പോയിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫേസ് പാലറ്റിൽ പോകുന്നത്. അതെന്റെ ലൈഫിലൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ലക്ഷ്മി മാം ആണെങ്കിലും അതുപോലെ അക്കാഡമി ആണെങ്കിലും എനിക്ക് അവിടെ നിന്നാണ് ഞാൻ എന്തെങ്കിലും പഠിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ 0 ആയിട്ട് അവിടെ ചെല്ലുന്നത്. പക്ഷെ ഇതിനോടുള്ള പാഷൻ കാരണം എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെല്ലുന്നത്. ഇറങ്ങുന്ന സമയത്തും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്റെ വർക്ക് നല്ലതാണെങ്കിൽ അത് ആളുകൾ ഏറ്റെടുക്കും. വർക്ക് മോശമാണെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് ഉറപ്പായിട്ട് അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. അത് 2 ഓപ്ഷനും ഉണ്ട്. പക്ഷെ ആദ്യമൊക്കെ വർക്ക് ചെറിയ ചെറിയ പോരായ്മകൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കുറേ നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല, ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള കമന്റ്സ് ആണ് എനിക്ക് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇത് ശരിയാവാറുണ്ട്, ഇത് ശരിയാവുന്നുണ്ട്. ഞാൻ അതെല്ലാം ഫസ്റ്റ് തന്നെ പോസിറ്റീവായിട്ടാണ് കണ്ടത് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ. അത് മാത്രമല്ല, ഒരുപാട് അവസരങ്ങൾ കിട്ടി. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. വേറൊരു ബിഗിനർ ഇതിലേക്ക് വരുന്നതിലും എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ആളുകൾക്കിടയിലേക്ക് എന്റെ വർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റി. നമ്മൾ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ചെയ്തത്. പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്തു, വിളിച്ചു. ആദ്യത്തെ ഒരു 1 ഇയർ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു കാലം ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ധൈര്യത്തിലാണ് ഇറങ്ങിയത്. ആ ഒരു പേടിയില്ലായിരുന്നു എങ്ങനെ ആളുകളിലേക്ക് എത്തും എന്നുള്ളത്. പിന്നെ വർക്കിലായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്. ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. പിന്നീട് ഒരുപാട് ക്ലാസ്സിലൊന്നും പോയില്ല. ആ പഠിച്ചതിനെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്താണ് ഇവിടെ വരെ എത്തിച്ചത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചെയ്യാൻ എവിടെയാണ്? ഹെയർ ആണോ? ചിലർ പറയും കണ്ണാണ് ഏറ്റവും കൂടുതൽ ടഫ് എന്ന് പറയുന്നത്. കണ്ണ് എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഈ എല്ലാ ബ്രൈഡ്സിനും ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം. എനിക്ക് മേക്കപ്പ് ആണ് ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നില്ല. എനിക്ക് ഹെയർ കുറച്ച് പാടാണ്. ഡ്രേപ്പിംഗ് അങ്ങനെ വരുമ്പോൾ എല്ലാം നമുക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മേക്കപ്പില. ഐ മേക്കപ്പ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാര്യം എന്റെ കുഞ്ഞി കണ്ണ. അപ്പം എനിക്ക് ആദ്യമേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു സാധാരണ അക്കാഡമിയിൽ പഠിപ്പിക്കണ കണ്ണിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഐസിനും എങ്ങനെയാണ് കണ്ണിനെ ബ്രൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റണേ. അപ്പൊ ഞാൻ ഓരോ ബ്രൈഡിനും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലുക്കില്ല. അത് പലരും പറയാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരാൾ എന്താണോ അയാളുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്ത് അയാൾക്ക് ഒരു ലുക്ക് ആയിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം അവരൊരു ലുക്ക് എന്റെ അടുത്ത് കാണിച്ചാലും ഞാൻ പറയും ഈ ഹെയർ സ്റ്റൈല് സ്യൂട്ടബിൾ ആവത്തില്ല. ചിലപ്പോ ഓരോ ബ്രൈഡ്സിനും ഓരോരോ ഫീച്ചേഴ്സ് ആയിരിക്കും. അവർക്ക് ഓരോ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ബ്രൈഡ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ആ ലുക്ക് കുറച്ചുകൂടെ ഭംഗിയാവും. തീർച്ചയായും ഈ ബ്രൈഡ്സിന്റെ ഒക്കെ പുറകെ നിൽക്കുമ്പോൾ തന്നെ യൂട്യൂബ് ആരാധകർ നിരാശയിലാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ വീഡിയോസ് ഒന്നും ഇല്ല എന്നാണ് പൊതുവെ പറയുന്നത്. കമന്റ്സ് എന്ന് വരാറുണ്ട്, മെസ്സേജ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഞാൻ
ഇത്രയും നാളായിട്ട് മാറി 1.5 വർഷമായിട്ട് ഞാൻ ഭയങ്കര ഉഴപ്പാ. പക്ഷെ ഇപ്പോഴെല്ലാരും ഓർക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഷോർട്സ് ഇടുമ്പോൾ എന്റെ അടുത്ത് വന്ന് വ്ളോഗ് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ വെഡിങ് സീസൺ കഴിയുമ്പോഴും അതിലേക്ക് തിരക്കായിട്ട് അങ്ങ് പോവുക. പിന്നെ പക്ഷെ എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഓരോ യൂട്യൂബ് ഇടുന്നതും ഓരോ വീടുകൾ മാറാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സുകൾ കണ്ടിട്ടുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു വീട് മാറലുണ്ട്. പക്ഷെ നമ്മളാണെങ്കിൽ ഓരോ വീടും മാറുന്ന സമയത്ത് റെന്റ് ഹൗസിൽ പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വെള്ളം അല്ലെങ്കിൽ ചോരുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴായിരിക്കും നമ്മൾ മാറുന്നത്. ഇപ്പൊ നമ്മൾ ഫൈനലി വർക്കിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്പേസ് എടുത്ത് മാറി, വീട് സെപ്പറേറ്റ് ആയി. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് അങ്ങനെ ഒരു കമന്റ് വന്ന സമയത്ത് തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീട് വെച്ചിട്ട് നമുക്കൊരു റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ ഡെയിലി വീടിടാം. ഞങ്ങളുടെ വീട് ഇതാണ്, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞാൻ അതിനുശേഷമാണ് വീഡിയോ കുറച്ച് കുറഞ്ഞത്. അതിന് മുന്നേ വീഡിയോ കുറവായിരുന്നു. കാര്യം യൂട്യൂബ് മാത്രമല്ല എന്റെ പ്ലാറ്റ്ഫോമിൽ. ഞാൻ ഒരു യൂട്യൂബറായി 2 വർഷങ്ങൾക്ക് ശേഷം തന്നെ ഡിസൈഡ് ചെയ്തതാണ് എന്തെങ്കിലും എനിക്ക് ആവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. യൂട്യൂബ് എനിക്ക് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. യൂട്യൂബാണ് എനിക്ക് എല്ലാം തന്നത്. പക്ഷെ യൂട്യൂബറായിട്ട് മാത്രം ഒതുങ്ങി കൂടാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പിന്നെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ വീട് മാറുന്നത്. ഞാൻ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു കാര്യങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ, അത് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെ റീച്ച് കിട്ടും. കാര്യം നെഗറ്റീവ് കാണാൻ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. തീർച്ചയായും എനിക്ക് തോന്നേ അത്തരത്തിലുള്ള വീഡിയോസ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ അധികം ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, എന്തെങ്കിലും ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഓർക്കും വേണ്ട, നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ പിന്നെ അവര് വീണ്ടും അതിലേക്ക് വരും. അപ്പൊ നമ്മൾ വീണ്ടും പറയും. ഓൾറെഡി നമ്മളപ്പോ അത് തന്നെ അവര് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കാം, അങ്ങനെ ഒരു തോന്നലുണ്ടാവുമല്ലോ. അപ്പൊ എന്റെ പ്രയോറിറ്റി എന്തായാലും അതല്ല. എനിക്ക് വേറെ എന്റെ പാഷനിലേക്കാണ് എന്റെ പ്രയോറിറ്റി. ഇതിലെന്ത് വന്നാലും ഓക്കെ, നമുക്കത് പിന്നെ സംസാരിക്കാം. അതിൽ നെഗറ്റീവ് ഞാൻ നേരിടാൻ എന്തായാലും റെഡിയാണ്. ഇപ്പൊ ഒരു മേക്കപ്പിൽ ഒരു നെഗറ്റീവ് വന്നാൽ അത് ശരിയാക്കി മുന്നോട്ട് പോകണം. പക്ഷെ എന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ അതിനത്ര വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. അമ്മയൊക്കെ ആയിട്ടുള്ള ഒരുമിച്ചുള്ള ഡാൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയൊക്കെ ഒന്ന് തിരിച്ചൊന്ന് സെറ്റിൽ ആയതല്ലേ? അതെ അതെ അതെ. ഇപ്പോ പണ്ടത്തെ ഒരു ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ തോന്നുന്നു? ഈ ഒരു മാജിക്കൽ മൊമെന്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് ഒക്കെ? ഞാൻ ഇപ്പൊ ജീവിക്കുന്ന ലൈഫ് തന്നെ എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊരു സമയത്ത് ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. ഈ മേക്കപ്പ് ഒക്കെ പഠിച്ച് എവിടെയും എത്താതെ വന്നപ്പോൾ ഞാൻ കുറച്ച് അൺഗ്രേറ്റ്ഫുൾ ആയി എന്നുള്ളൊരു തോന്നല്. കാര്യം എനിക്ക് യൂട്യൂബിൽ വരുമാനം ഉണ്ട്, പക്ഷെ എനിക്കത് വേണ്ട. ഞാൻ ഈ മേക്കപ്പിലേക്ക് ഇറങ്ങി അതിൽ സ്ട്രഗിൾ ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലി മെന്റലി ഒക്കെ. പക്ഷെ പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, ഒരു 2025 ഒരു വലിയ ചാപ്റ്ററാണ്. അപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞു ഇപ്പൊ ജീവിക്കുന്നത് ശരിക്കും ഞാൻ പണ്ട് ആഗ്രഹിച്ചിരുന്ന ലൈഫാ. അപ്പൊ ആ ലൈഫിനെ ഞാൻ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്ത് എത്തിയിട്ട് ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ലൈഫ് ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോകും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്ട്രഗ്ലിംഗ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പൊ ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബ് കണ്ടന്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറിൻ്റെ ഒക്കെ എണ്ണം കൂടിയല്ലോ. ഇപ്പോൾ ഓരോ വർഷമല്ല, ഓരോ മാസം കഴിയുമ്പോഴും അത്രത്തോളം കണ്ടന്റുകളാണ് ഓരോ പ്രാവശ്യം ഓരോ ആളുകളുടെ നിന്നും വരുന്നത്. അതിനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല. യൂട്യൂബിൽ എന്റെ കൂടെ ഉള്ളവരൊക്കെ ഗ്രോ ചെയ്യുമ്പോഴും ഞാൻ എന്റെ ഒരു സെൽഫ് ഗ്രോത്ത് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. യൂട്യൂബിൽ എനിക്ക് ചിലപ്പോ നല്ല സബ്സ്ക്രൈബിങ് വരാറുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ വലിയ എന്നെ അത് ബാധിക്കാറില്ല. വ്യൂസ് കുറഞ്ഞാലും കൂടിയാലും അതിലെ ഇൻകം ഒന്നും ഞാൻ നോക്കാറില്ല. ശരിക്കും വർക്കിലാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞോളൂ. പിന്നെ യൂട്യൂബ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ മറക്കും. അല്ലെങ്കിൽ ആ ഒരു ഇത് മുന്നേ ഞാൻ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാറുണ്ട്. ഈ ഫീൽഡിലേക്ക് ഈ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ സീരിയസ് ആയിട്ട് എടുത്തപ്പോൾ തന്നെ ഇപ്പൊ ഒരു 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന കുറെ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഞാൻ അവരെ കാണാറുണ്ട്. അപ്പൊ അവരെങ്ങനെ പിന്തള്ളപ്പെട്ടു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടല്ല, പുതിയ ആൾക്കാരും പുതിയ ട്രെൻഡുകളും വരുമ്പോൾ നമ്മുടെ ആ ഒരു കണ്ടന്റിനെ കാണുന്ന ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയി പോകാതിരിക്കാം എന്നുള്ളൊരിത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള തനിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു മേഖലയിലേക്ക് തന്നെ എത്തിയല്ലോ അല്ലേ?
അതെ അതെ. ഇനിയിപ്പം ഈ എനിക്ക് കണ്ടന്റ് ബ്രൈഡ്സ് ക്രിയേഷനൊപ്പം കണ്ടന്റ് ക്രിയേഷനും എന്റെ കൂടെ ഉണ്ടാവണം, അതിന്റെ ഒപ്പം ഇത് ചെയ്തു പോകണം, അതാണ് എന്റെ ആഗ്രഹം. നമ്മൾ നേരത്തെ മുന്നെയൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ കുടുംബകാര്യങ്ങൾ അത്തരത്തിൽ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരാളെയായിരുന്നു, സങ്കടത്തോടുള്ള മുഖം കണ്ടിരുന്നു. പക്ഷെ അതിലൊക്കെ കുറേയധികം പ്രതീക്ഷ, കുറച്ച് വാശിയേറിയ പോരാട്ടങ്ങളുടെയൊക്കെ ഒരു ധൈര്യം, അതൊക്കെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. ഇന്നൊക്കെ കുറച്ചും കൂടെ ആൾ ഫ്രീ ആയെന്ന് തോന്നുന്നു. അതെ, ഞാൻ ലൈഫിൽ കുറെ ഫ്രീ ആയി. എനിക്ക് ഉണ്ടായിരുന്ന ടെൻഷൻ, നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ മാറിയതുകൊണ്ടോ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഞാനൊരു യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് 26 വയസ്സ് കഴിഞ്ഞ് 27ലേക്ക് എത്തി. ചിലപ്പോ ജീവിതം കുറെ മെച്യൂരിറ്റി വന്നപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വിഷമിച്ചിരുന്നത് കൊണ്ടോ കാര്യമില്ലാന്ന് മനസ്സിലായി. പക്ഷെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഭർത്താവും ഉണ്ടല്ലോ. ആളാണ് എന്റെ മെയിൻ ബാക്ക് ബോൺ. അതെല്ലാരും പറയാറുണ്ട്, പറയാറില്ല. എനിക്കറിയാം, ഇപ്പൊ രാവിലെ വെളുപ്പിന് 2 മണി 1 മണി സമയത്താണ് നമ്മൾ വർക്കിന് പോവുക. ആ സമയത്ത് എനിക്ക് വേണ്ടി ലീവ് എടുത്ത് ആള് വരും, വന്ന് 6 മണി 7 മണി സമയം വരെ ഒരുക്കും. അത് കഴിഞ്ഞ് ചിലപ്പോ സെക്കൻഡ് സാരി ഉച്ച വരെയൊക്കെ എന്റെ കൂടെ ഉണ്ടാവും. ചിലപ്പോ അന്നത്തെ ദിവസം ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കഴിക്കണ സമയം വരെ ആ സമയം വരെ വണ്ടിയിൽ അവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പം ഞാൻ ഉറങ്ങാതിരിക്കണമെന്ന് ഉറങ്ങാതിരുന്ന് എന്റെ കൂടെ പെട്ടി ചുമന്ന് ഞാൻ ടയർഡായിട്ട് വരുമ്പോ ഞാൻ വന്ന് കിടന്നുറങ്ങും. ആളായിട്ട് ചിലപ്പോ കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ നമുക്ക് നല്ലൊരു പാർട്ട്ണർ കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ ഗ്രോ ചെയ്യാൻ പറ്റിയത്. ഈ മേക്കപ്പ് പഠിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ നമ്മളെ പണത്തിന്റെ പേരിൽ അങ്ങനത്തെയൊക്കെ ഒരു മാറ്റി നിർത്തൽ അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത് തനിക്ക് പറ്റുന്ന ഒരു മേഖലയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്തൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിറത്തിന്റെ പേരിൽ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കളറിസം ഒക്കെ കുറെ ചേഞ്ച് ആയില്ലേ തന്നെ ഈ ഒരു 90s കിഡ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ കുറെ മാറ്റമുണ്ട്. ഉള്ളവർ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്, പക്ഷെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ പഠിക്കാൻ പോയ സമയത്ത് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്റെ അക്കാഡമിയിലും എല്ലാവരും നല്ല രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തത്. പക്ഷെ പണത്തിന്റെ പേരിൽ മാറ്റി നിർത്തലില്ല, പക്ഷെ നമുക്ക് സ്വയം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാര്യം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം. മേക്കപ്പ് സാധനങ്ങളുടെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ്. ഞാൻ പഠിച്ച് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ യൂട്യൂബിലെ ഫുൾ ഇൻകം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. കാണുമ്പോൾ കുറച്ച് ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒരു തോന്നലുണ്ട് എല്ലാവർക്കും. മേക്കപ്പ് ഒരു ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളത് മാത്രമാണ്, പക്ഷെ അങ്ങനെയല്ല. ഇതിലേക്ക് ഒരുപാട് എഫേർട്ടും അതിനൊപ്പം മണിയും വേണം. എനിക്ക് ഓരോ ദിവസം കുറെ DMs വരും, ചേച്ചി ഇത് എങ്ങനെയാ പഠിച്ചത്, എത്ര രൂപ. ഒരുപാട് പിള്ളേർക്ക് ആഗ്രഹമുണ്ട് ഇതിലേക്ക് വരണമെന്ന്, പക്ഷെ മണി ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള നേട്ടം മാത്രമല്ലോ, മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുകൂടിയാണല്ലോ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ ഫസ്റ്റ് ചെയ്ത ഒരു റവന്യൂ അതുകൊണ്ട് എന്താണ് ചെയ്തത്? മേക്കപ്പിൽ നിന്ന് കിട്ടിയത്. അതെ, മേക്കപ്പിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്ത് എന്റെ ഫസ്റ്റ് വർക്ക് ചെയ്ത് ഞാൻ വാങ്ങുന്നത് പറഞ്ഞാൽ 3000 രൂപ. ആരും പറഞ്ഞ് വിശ്വസിക്കത്തില്ല. ചെറിയ വർക്ക് ചെയ്ത് ഞാൻ 2025 2024 അവസാനമായപ്പോ ആ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മധുരവെപ്പിന്റെ ഒരു വർക്കായിരുന്നു. എനിക്ക് എന്റെ ഒരു ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറെ വർക്ക് എടുക്കണം, ഒരുപാട് പേയ്മെന്റും വേണ്ട, എനിക്ക് കുറെ വർക്ക്സ് എടുക്കണം. അങ്ങനെയായിരുന്നു ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ 2025 ഫുള്ള് നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ഇത്ര വർക്ക് എത്തുന്നത് വരെ ആ ഒരു ബഡ്ജറ്റിൽ ചെറിയ ബഡ്ജറ്റിലൊക്കെ ആയിരുന്നു. ഫസ്റ്റ് കിട്ടിയ റവന്യൂ കൊണ്ട് അതിലൊന്നും ചെയ്തെന്നുള്ള ഓർമ്മയില്ല. എല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഓരോ വർക്ക് ചെയ്തും എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ആഗ്രഹമായിരിക്കും ഇന്ന ബ്രാൻഡിന്റെ സാധനം വാങ്ങണം, അപ്ഡേഷൻ ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വേണം. ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതുവരെയ്ക്കും അങ്ങനെയാണ്. നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോഴും അടുത്ത സാധനം നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവും. മേക്കപ്പ് ഫുൾ മേക്കപ്പിലേക്ക് അങ്ങ് ഇറങ്ങി, വേറെ ഒന്നും മൈൻഡിലില്ല. ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ. എനിക്ക് പാഷനാണ് അങ്ങനെ ഭയങ്കര. തീർച്ചയായും. എന്തായാലും വളർന്നു വരാൻ ഇങ്ങനെ ഒരു മേഖലയിലൊക്കെ തിരഞ്ഞെടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഈ മേക്കപ്പിലേക്ക് പൈസ കണ്ടിട്ട് ആരും വരരുത്. പൈസ കണ്ടിട്ട് വന്നാൽ ഒരിക്കലും നമുക്ക് കയറി വരാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനോട് ഭയങ്കര പാഷൻ വേണം. ഞാനാണെങ്കിലും പൈസ ആയിരുന്നെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യായിരുന്നു എന്നുള്ളൊരു തോന്നല. എല്ലാവരും ചോദിക്കുമ്പോഴും ഇപ്പൊ മേക്കപ്പിന്റെ ചാർജ് കൂട്ടാൻ പറയുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ഞാൻ പറയും ഇല്ല, എനിക്കിതിൽ ഓക്കെ ആണ്, ഞാൻ ഈ ഒരു പാക്കേജിൽ ഓക്കെ ആണ്, എനിക്ക് കുറച്ചുകൂടി വർക്ക്സ് എടുക്കണം. പിന്നെ എല്ലാ രീതിയിലുള്ള ഇപ്പൊ ഈ HD മേക്കപ്പ് ആണെങ്കിലും വാട്ടർ പ്രൂഫ് മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പലപ്പോഴും സാധാരണ
ഒരു ബ്രൈഡിന് അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അവര് വന്നിട്ടാണെങ്കിൽ എന്റെ അടുത്ത് പറയും, ഞങ്ങള് ചോദിച്ചപ്പോ ഇത്ര റേറ്റ്, അത് അവരെ ഉദ്ദേശിക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർക്കൊരു വാല്യൂ ഇട്ടിട്ടായിരിക്കും ആ റേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു HD അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉള്ള മേക്കപ്പ് ഈ ഒരു ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റണം, അങ്ങനെ ഒരു ഇത് ആദ്യമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഞാൻ പാക്കേജ് ഒക്കെ സെറ്റ് ചെയ്തത്. ഇതുവരെ അങ്ങനെ വലിയ കാര്യമായിട്ട് ചേഞ്ച് ചെയ്യാറില്ല. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ മണി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കുറെ ടൈം എടുക്കും, നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇഷ്ടം കൊണ്ട് ആഗ്രഹം കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ നല്ല ഫീൽഡാണ്. ഇപ്പം എല്ലാരും പറയും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവസരങ്ങൾ കുറയുന്നു, അങ്ങനെയൊന്നുമില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാവരും മേക്കപ്പ് ചെയ്യും. എനിക്ക് ബ്രൈഡ് മാത്രമല്ല, ബ്രൈഡിന്റെ ഫാമിലി, ഒരു ചെറിയ ഫംഗ്ഷൻ ആണെങ്കിൽ പോലും എല്ലാവരും ഒരു സാരി ഡ്രീപ്പിംഗ്, ഒരു ടച്ചപ്പ് എല്ലാം ചെയ്തിട്ടാ പോകുന്നത്. സോ അവസരങ്ങളും കൂടാണ്. ഒരു ലിപ്സ്റ്റിക് ഇടാത്തവരാരും ഇല്ലല്ലോ. അതുപോലെ ഈ മേഖല ഗ്രോ ചെയ്യാണെന്ന് എനിക്ക് തോന്നുന്നത്. പുതിയ പുതിയ മേക്കപ്പ് ടെക്നിക്സും എല്ലാം വരുന്നുണ്ട്. ഞാനാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയവര് വരുന്നവര് അവർക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കയറി വരാൻ പറ്റും. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഒരു കൊച്ചുമിടുക്കിൽ നിന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എത്തി അവിടെ നിന്ന് ഇത്രയും സാധിക്കാൻ പറ്റുകയാണെങ്കിൽ ഇനിയും ഒരുപാട് വഴി മുന്നോട്ട് തന്നെ തെളിഞ്ഞു വരട്ടെ. കാരണം ഒരു വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. വളരെയധികം നന്ദി. ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എന്റെ അടുത്ത് തന്നെ എപ്പോഴും പറയും, ഒരു 5 വർഷം കഴിഞ്ഞാൽ വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവും. തീർച്ചയായും അങ്ങനെ എപ്പോഴും പറയാറുണ്ട്. ഞാനിങ്ങനെ എന്റെ മേക്കപ്പിൽ ഞാൻ കോൺഫിഡന്റ് ആണെന്ന് പറയുമ്പോൾ ചിലരൊക്കെ അഹങ്കാരമാണ്. പക്ഷെ നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും, നമ്മൾ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ എന്റെ ഡൗട്ടിൽ സെൽഫ് ഡൗട്ട് ചെയ്തൊരു വർക്ക് ചെയ്താൽ അത് എത്രത്തോളം ശരിയാവും എന്നറിയില്ല. ഓരോ വർക്ക് കഴിയുമ്പോഴേ ഞാൻ പറയും, ഇല്ല എന്റെ മേക്കപ്പ് അടിപൊളിയാണ്. എനിക്കങ്ങനെ പറയാൻ തോന്നിയാലേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് പിന്നെ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കത്തുള്ളൂ. തീർച്ചയായും വളരെയധികം നന്ദി ജിനു ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. മറ്റൊരു അതിഥിയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.